നിങ്ങൾ ചങ്ങാതിമാരാകാൻ പാടില്ലാത്ത 13 തരം ആളുകൾ. ക്രോണിക് നെഗറ്റീവ് ചിന്തകർ. സവിശേഷതകൾ: നിരന്തരം പരാതിപ്പെടുന്നു, അശുഭാപ്തി വിശ്വാസമുള്ള ലെൻസിലൂടെ ലോകത്തെ കാണുന്നു, വെളിച്ചം കണ്ടെത്താൻ ഒരിക്കലും തോന്നില്ല. എന്തുകൊണ്ട് ഒഴിവാക്കണം? നിഷേധാത്മകതയോടെയുള്ള നിരന്തരമായ സമ്പർക്കം നിങ്ങളുടെ ഊർജം ചോർത്തുകയും നിങ്ങളുടെ മാനസികാവസ്ഥ കുറയ്ക്കുകയും ജീവിതത്തെക്കുറിച്ചുള്ള നല്ല വീക്ഷണം നിലനിർത്തുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും. അവരുടെ നിഷേധാത്മകത നിങ്ങളുടെ സ്വന്തം പുരോഗതിയെ അല്ലെങ്കിൽ സന്തോഷത്തെ മറികടക്കും. മാനിപ്പുലേറ്റർ. സവിശേഷതകൾ: അവർ ആഗ്രഹിക്കുന്നത് നേടുന്നതിന് കുറ്റബോധമില്ല, വഞ്ചനയോ സമ്മർദ്ദമോ ഉപയോഗിക്കുന്നു. അവരുടെ വികാരങ്ങൾക്കോ പ്രവൃത്തികൾക്കോ ഉത്തരവാദിത്വം തോന്നാൻ അവർ പലപ്പോഴും സാഹചര്യങ്ങളെയോ വാക്കുകളെയോ വളച്ചൊടിക്കുന്നു. എന്തുകൊണ്ട് ഒഴിവാക്കണം? കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഊർജം ചോർത്തുകയും നിങ്ങളുടെ ആത്മാഭിമാനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾക്ക് നിയന്ത്രിതമോ വിലമതിക്കാനാവാത്തതോ ആയി തോന്നിയേക്കാം. ഇത് ബന്ധത്തിൽ കോസ്മിക് ഡൈനാമിക്സ് സൃഷ്ടിക്കും. അസൂയയുള്ള സുഹൃത്ത്. നിങ്ങളുടെ പ്രവേശനം, സന്തോഷം അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്നിവയിൽ നീരസപ്പെടുന്നു. പലപ്പോഴും നിങ്ങളെ താഴ്ത്താനോ നിങ്ങളുടെ നേട്ടങ്ങൾ നിരസിക്കാനോ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് ഒഴിവാക്കണം? ഒരു സൗഹൃദം പരസ്പര പിന്തുണയുടെയും ആഘോഷത്തിൻ്റെയും ഉറവിടമായിരിക്കണം. അസൂയ നീരസത്തിനും മത്സരത്തിനും അല്ലെങ്കിൽ നിഷ്ക്രിയ ആക്രമണാത്മക പെരുമാറ്റത്തിനും ഇടയാക്കും. ബന്ധത്തെ അനാരോഗ്യകരവും പിന്തുണയില്ലാത്തതുമാക്കുന്നു. സ്വയം കേന്ദ്രീകൃത വ്യക്തി. സവിശേഷതകൾ: നിങ്ങളുടെ ജീവിതത്തിലോ വികാരങ്ങളിലോ താൽപ്പര്യമില്ലാതെ തങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ നേട്ടങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുക. എന്തുകൊണ്ട് ഒഴിവാക്കണം? പരസ്പര ബഹുമാനത്തിലും പരിചരണത്തിലും അധിഷ്ഠിതമാണ് ആരോഗ്യകരമായ സൗഹൃദം, ഒപ്പം ധാരണയും. സ്വയം കേന്ദ്രീകൃതമായ ഒരു സുഹൃത്തിന് നിങ്ങളെ കാണാത്തതോ വില കുറച്ചതോ ആയ തോന്നൽ ഉണ്ടാക്കാൻ കഴിയും. മാത്രമല്ല, ബന്ധം വൈകാരികമായി ഏകപക്ഷീയമായി മാറിയേക്കാം. നാടകരാജ്ഞി. സവിശേഷതകൾ: എപ്പോഴും അവരുടെ ജീവിതത്തിൽ സംഘർഷങ്ങളിലോ അരാജകത്വത്തിലോ ഇടപെടുന്നു, പലപ്പോഴും മറ്റുള്ളവരെ അവരുടെ നാടകത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അരാജകത്വത്തിലും ഏറ്റുമുട്ടലിലും അവർ വളരുന്നു. എന്തുകൊണ്ട് ഒഴിവാക്കണം? നാടകം ക്ഷീണിപ്പിക്കുന്നതും മാനസികമായി തളർത്തുന്നതുമാണ്. മറ്റൊരാളുടെ പ്രക്ഷുബ്ധതയിൽ നിരന്തരം ഇടപെടുന്നത് നിങ്ങളുടെ സ്വന്തം സമാധാനത്തിൽ നിന്നും വ്യക്തിപരമായ വളർച്ചയിൽ നിന്നും അകന്നുപോകും. വിഷകരമായ പരാതിക്കാരൻ. സവിശേഷതകൾ: എല്ലാത്തിലും നിരന്തരം തെറ്റ് കണ്ടെത്തുന്നു. ജോലി, ബന്ധം, ലോകം മുതലായവ. അവർ അപൂർവമായി പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല, അവരുടെ പരാതിയിൽ നിങ്ങളും ചേരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ഒഴിവാക്കണം? നടപടിയെടുക്കാതെ പരാതിപ്പെടുന്നത് അതൃപ്തിയുടെ നിരന്തരമായ ചക്രത്തിലേക്ക് നയിച്ചേക്കാം. ഈ സുഹൃത്തുക്കൾക്ക് ഇരയുടെ മാനസികാവസ്ഥയെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളെ സ്തംഭിപ്പിക്കുകയോ പ്രചോദിപ്പിക്കാതിരിക്കുകയോ ചെയ്യാം. നാർസിസിസ്റ്റുകൾ. സവിശേഷതകൾ: അങ്ങേയറ്റം സ്വയം ആഗിരണം ചെയ്യപ്പെടുന്നു, സഹാനുഭൂതിയില്ല. പലപ്പോഴും മറ്റുള്ളവരെ സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉപകരണങ്ങളായി കാണുന്നു. അവർ നിരന്തരമായ പ്രശംസയും സാധൂകരണവും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഒഴിവാക്കണം. നാർസിസിസ്റ്റ് സുഹൃത്തുക്കൾ അമിതമായ ശ്രദ്ധ ആവശ്യപ്പെട്ടേക്കാം. നിങ്ങളുടെ വികാരങ്ങൾക്ക് ഒരിക്കലും യഥാർത്ഥ പരിചരണമോ പരിഗണനയോ നൽകില്ല. ബന്ധം പലപ്പോഴും അസന്തുലിതമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുകയോ നിരസിക്കപ്പെടുകയോ ചെയ്യും. പ്രവർത്തനക്ഷമമാക്കുന്നയാൾ. സവിശേഷതകൾ: ആസക്തി,
മോശം തീരുമാനമെടുക്കൽ അല്ലെങ്കിൽ വിഷബന്ധങ്ങൾ പോലുള്ള ഹാനികരമായ പെരുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുക. എങ്കിൽ ക്ഷമിക്കുക, കാരണം അവർ അവരുടെ സുഹൃത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനോ അവരെ ഉത്തരവാദിത്തത്തോടെ നിർത്താനോ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് ഒഴിവാക്കണം? പെരുമാറ്റം പ്രാപ്തമാക്കുന്നത് ആളുകളെ അനാരോഗ്യകരമായ പാറ്റേണുകളിൽ കുടുക്കി വളർച്ചയോ മാറ്റമോ തടയുന്നു. നിങ്ങൾ സ്വയം വിനാശകരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളെ വെല്ലുവിളിക്കും. അവ പ്രവർത്തനക്ഷമമാക്കരുത്. വിമർശകൻ. സവിശേഷതകൾ: നിങ്ങളുടെ തീരുമാനങ്ങൾ, രൂപം, വ്യക്തിത്വം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ എന്നിവയെ നിരന്തരം വിമർശിക്കുന്നു. നിങ്ങളെ സഹായിക്കുന്നു എന്ന മറവിൽ അവർ അപൂർവമായി സൃഷ്ടിപരമായ ഫീഡ്ബാക്ക് വാഗ്ദാനം ചെയ്യുകയും നിങ്ങളുടെ കുറവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ഒഴിവാക്കണം? നിരന്തരമായ വിമർശനം നിങ്ങളുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഇല്ലാതാക്കും. ചില ബന്ധങ്ങളിൽ ക്രിയാത്മകമായ വിമർശനം അനിവാര്യമാണെങ്കിലും നിരന്തരമായ നിഷേധാത്മകത ദോഷം ചെയ്യും. ഫെയർവെതർ സുഹൃത്ത്. സ്വഭാവ ഗുണങ്ങൾ: നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നന്നായി നടക്കുമ്പോഴോ അവർക്ക് സൗകര്യപ്രദമാകുമ്പോഴോ മാത്രമേ അവരെ കാണുള്ളൂ. ദുഷ്കരമായ സമയങ്ങളിൽ ഇല്ല. എന്തുകൊണ്ട് ഒഴിവാക്കണം? യഥാർത്ഥ സൗഹൃദങ്ങൾ പ്രയാസകരമായ സമയങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നു. ഫെയർവെതർ സുഹൃത്ത് നിങ്ങളെ ഉപേക്ഷിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ പിന്തുണ നൽകുന്നതിൽ പരാജയപ്പെടാം. ഉപയോക്താവ്. സവിശേഷതകൾ: അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രമേ നിങ്ങളെ ബന്ധപ്പെടൂ. അത് വൈകാരിക പിന്തുണയോ പണമോ സഹായമോ ഉപദേശമോ ആകട്ടെ. എന്നാൽ നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ അപ്രത്യക്ഷമാകും. കൊണ്ട് ഒഴിവാക്കണം. സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത് പരസ്പര പരിചരണത്തിലല്ല. ഇര. സാഹചര്യങ്ങൾ എന്തുതന്നെ ആയാലും എല്ലായ്പ്പോഴും ഇരയെ കളിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളുടെയോ തിരഞ്ഞെടുപ്പുകളുടെയോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവർ വിസമ്മതിക്കുകയും പലപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് വിധിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ഒഴിവാക്കണം? ഇരയുടെ മാനസിക വളർച്ചയെയും ഉത്തരവാദിത്തത്തെയും തടയുന്നു. തുടർച്ചയായി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്ന ഒരാളുടെ അടുത്ത് നിൽക്കുന്നത് നിങ്ങളെ തടയാനും നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അർത്ഥവത്തായ പുരോഗതി തടയാനും കഴിയും.